Good morning, sir. Yes, good morning, Hasina. Good morning, sir. Okay, actually, good morning, Joshi. Good morning. Good morning, sir. Good morning, sir. Good morning, Anna. Good morning, Adina Sajid. Good morning, Siddharth Surya Shivpriya. Good morning, Megha Mufi. Good morning. Good morning, sir. Yes, Raiham, Ashwini Murli, Sainu. Good morning. Nasima, good morning. Good morning, sir. Merlin, good morning. Induviti Hasina. Kristendu, good morning. Good morning, sir. Yes, Mubi, good morning. Yes, let us start. Okay, Mubi. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കൊച്ചിനെ വിടത്തിട്ടിട്ടല്ലേ പോയത് മൂവി. ഞാനിൻ്റെ അകത്തേ വെറുതെ എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടി വെള്ളത്തിൽ കിടക്കുന്നത്, ബേബീസ് ഇൻ ദ വാട്ടർ. യെസ്, ഓക്കെ 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 ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം കൊച്ചിനെ കേട്ടെ. യെസ്, ഓക്കെ ഓക്കെ നന്ദന, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെടുന്ന വേറെ കാര്യങ്ങളോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ്, ഓക്കെ മൂവി, സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ പോസിറ്റീവായുള്ള വാചകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് കാണിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്, തൊട്ട് മുമ്പ് കഴിഞ്ഞ സംഭവമാണ്. എ മാൻ ഹാസ് പാസ്ഡ്, ഷീ ഹാസ് ലെഫ്റ്റ്, യു ഹാവ് ഗോൺ. അപ്പൊ അതൊക്കെ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. ഇത് നമ്മൾ നോക്കുന്നത് അതിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങൾ പറയുമ്പോൾ യെസ്, ഇതിന്റെ അകത്ത് പരീക്ഷ വരില്ല. ഓക്കെ മൂവി, ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നതല്ല, നിങ്ങളെ ഒരു കുറച്ചുകൂടി ഒരു കോൺഫിഡന്റ് ആക്കുക, ഇംഗ്ലീഷ് ഭാഷയോട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നുക, അതൊക്കെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷയെ കുറിച്ച് ഓർത്ത് ഇതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്ന, there will be no examination for this. ഞാനീ പറയുകയും നിങ്ങളത് കേൾക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ അത് സേവ് ചെയ്യും. ഓക്കെ മൂവി, നിങ്ങളുടെ ഹൃദയത്തിൽ അത് സേവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പരീക്ഷ. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സേവ് ആയിട്ടില്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്, അത് മതി അത് മതി. യെസ്, എന്തെങ്കിലുമൊക്കെ എവിടെയെല്ലാമെങ്കിലും സേവ് ആയിട്ടുണ്ടാവും. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ സന്ദർഭോചിതമായിട്ട് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് ഓർക്കും, ഓ പണ്ടിനൊരാൾ പറഞ്ഞതാണ്. രണ്ടാമത്, നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാനിരിക്കുമ്പോ ഇതാണെന്ന് അവിടെ പറഞ്ഞൊരു സംഭവം ഉള്ളത്, അങ്ങനെയാണല്ലേ? യെസ്, അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർക്കും. യെസ്, സാധാരണ ഇതിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു പുരുഷനെ പഠിപ്പിക്കുമ്പോൾ അവനെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, പക്ഷെ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു കുടുംബത്തെയാണ് പഠിപ്പിക്കുന്നത്. യെസ്, അവർക്ക് എന്താണ് അറിയാവുന്നത് ആ മക്കളെ പഠിപ്പിക്കും. നമുക്ക് ഓരോ വീടുകൾ നോക്കിയാൽ അറിയാം, നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളായിട്ട് പഠിപ്പിക്കാറുണ്ട്, നിങ്ങളുടെ ഭർത്താവ് പഠിപ്പിക്കാതിരിക്കാറുണ്ട്. യെസ്, ഇരിക്കില്ല, അത് നീ അങ്ങനെ ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാവും. അത് വേണ്ട, നീ അങ്ങനെ പഠിപ്പിച്ചു വേണ്ട, പുള്ളി അത് സ്കൂട്ട് ചെയ്ത് പോകും. യെസ്, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാല് അത് നിങ്ങളൊരു കുടുംബത്തിന് ഓക്കെ യെസ് ഇരിക്കില്ല, അതാണ് പ്രശ്നം. അപ്പൊ പഠിപ്പിച്ചു കഴിഞ്ഞാല് അത്
ഒരു കുടുംബത്തെ മുഴുവൻ പഠിപ്പിക്കുന്ന തുല്യമാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ്. ആ പ്രസന്റ് പെർഫെക്റ്റില് ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർത്താൽ അത് അതിന്റെ നെഗറ്റീവ് വാചകമായി. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ നെഗറ്റീവ് വാചകം. ഷീ ഹാസ് നോട്ട് ഗോൺ, യു ഹാവ് നോട്ട് ടേക്കൻ. അപ്പൊ നോക്കിയാൽ പോയി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ പോയിട്ടില്ലെന്ന് അർത്ഥം കേട്ടോ. ജസ്റ്റ് നൗ, ഇപ്പോൾ വരെ പോയിട്ട്. ഷീ ഹാസ് നോട്ട് ഗോൺ. യെസ്. അപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള വാചകത്തിന്റെ നെഗറ്റീവ് വാചകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർത്തിട്ട് എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആയി. ഓക്കെ, യെസ്. ഇനി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ വാചകങ്ങളിലേക്ക് നമ്മളൊന്ന് കിടക്കുക. യെസ്. അപ്പൊ നമുക്കൊരു നോക്കാം. അവൾ പോയി കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഷീ ഹാസ് നോട്ട് ഗോൺ. ഇത് നമ്മളെ ചോദ്യമാക്കിയാണ്. അപ്പോ അവൾ പോയി കഴിഞ്ഞോ? അതിന് നമ്മൾ ചെയ്യേണ്ടത് ആ നോട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ഹാസ് ആദ്യം പറയും. അപ്പൊ ഇത് ഹാസ് ഷീ ഗോൺ, അവൾ പോയി കഴിഞ്ഞു. ഹാവ് യു ടേക്കൻ, നിങ്ങൾ എടുത്തു കഴിഞ്ഞോ? ഹാവ് യു ഈറ്റൻ ഫുഡ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? യെസ്. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വാചകമാക്കാൻ വേണ്ടിയിട്ട് നോട്ട് കളഞ്ഞിട്ട് ഹാസ് ആണോ ഹാവ് ആണോ വേണ്ടത് അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. എന്തായിട്ട് മാറുന്നു? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. യെസ്. അപ്പൊ ഞാൻ ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് കൂടി ഇപ്പൊ ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. യെസ്. അപ്പൊ ഇപ്പൊ നമ്മള് 7 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ. പറയൂ. ഈ നെഗറ്റീവിലും ഈ ക്വസ്റ്റ്യനുകളിലും ഒക്കെ ഈ വെർബിന്റെ V3 തന്നെയാണോ ഫോം വരിക? യെസ്. ഹാസ് ഹാവ് ഉണ്ടെങ്കിൽ V3 തന്നെ വരും കേട്ടോ. യെസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോസിറ്റീവ് പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഹാസിനെ മാത്രം നമ്മൾ മുന്നിലേക്ക് മാറ്റണം. ബാക്കിയുള്ളത് അതുപോലെ തന്നെയാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മളിപ്പോ ഓക്കെ മൂവി. നമ്മളിപ്പോ 7 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇനിയിപ്പോ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ്. ഇനി നമ്മൾ അടുത്ത ഒരു സംഗതിയിലേക്ക് കിടക്കുക. നെക്സ്റ്റ് സെന്റൻസിലേക്ക് നമ്മൾ കിടക്കുക. യെസ്. അപ്പൊ അതിനു മുമ്പ് മെർലിൻ യെസ്. മെർലിനെ കിട്ടിയില്ല. അപ്പൊ നമുക്ക് മേഘ ആർ. പേടിച്ചിരിക്കുന്നു അല്ലേ? എന്ത് കുരിശാണോ വരാൻ പോകുന്നത് വിചാരിച്ചിട്ട് ടെൻഷൻ തിരിക്കുകയും അല്ലേ? മേഘ. യെസ്. മേഘയുടെ ഇടയ്ക്ക് ഒന്ന് വന്നു, പക്ഷെ നെറ്റ് കണക്ട് ആയില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലല്ലോ മേഘ? മൈക്ക് ഓണല്ല. ഞാൻ പറയുന്നത് ഇല്ല. മേഘയുടെ കൂടെ മ്യൂട്ടാണ് കാണിക്കുന്നത്. മേഘ ഇവിടെ മ്യൂട്ടാണ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പൊക്കോട്ടെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഹസീന. ഓക്കെ 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 ഓക്കെ. ഹസീന അതിന്റെ പേര് തിരക്കിലാണ് അവിടെ. അപ്പൊ അത് കുഴപ്പമില്ല. വിനീഷ കെ വി. Yes, sir. How are you, Vinisha? I'm fine. Thank you, sir. Yes, very good. Vinisha, are you married? Yes.
ഭർത്താവിന്റെ പേരെന്താ? സുധീഷ്. സുധീഷ്. ആള് നല്ല കമ്പനിയല്ലേ? അതെ. യെസ്. അപ്പൊ കുഴപ്പമില്ല, ഞാൻ കുറച്ചിനെ കഴിഞ്ഞിട്ട് വിളിച്ചോളാം. ഇപ്പൊ യെസ്, ഓക്കെ മെർലി, ഞാൻ വന്നോളാം മെർലി. അപ്പൊ ബിനീഷ മ്യൂട്ട് ചെയ്തു. അപ്പൊ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ബിനീഷ, എന്നായിരുന്നു നിങ്ങളുടെ വിവാഹം? വർഷം പറഞ്ഞു. 2013. ഓക്കെ, 2018. അതിന് കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നോക്ക്, ഇനി അടുത്ത ടെൻസിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറയുന്നു. 2013 സുധീഷ് ബിനീഷയെ വിവാഹം കഴിച്ചു. സുധീഷ് ബിനീഷയെ വിവാഹം കഴിച്ചു. ഓക്കെ, 2013 കേട്ടോ. 2010 സുധീഷ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ബിനീഷ, ഇത് കഥയല്ല, ടെൻസ് പറയുന്നതാണ്. യെസ്. ഇപ്പൊ 2010 സുധീഷ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. 2010 കേട്ടോ. അപ്പൊ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ തന്നെ പറയാണ്, മിനി എന്ന് ഞാൻ വിളിക്കുന്നത്. മിനി. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ പിടികിട്ടിയല്ല. 2010 സുധീഷ് മിനിയെ സ്നേഹിച്ചു. 2013 സുധീഷ് ബിനീഷയെ വിവാഹം കഴിച്ചു. ഇനിയാണ് എന്റെ ചോദ്യം. ഞാൻ ബിനീഷയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മിനിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ ബിനീഷയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മിനിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ബിനീഷ, അതെങ്ങനെ പറയും? വിവാഹം എന്നുള്ളൊരു മാരേജ്, മുൻപ് എന്നുള്ള ബിഫോറ്, സ്നേഹിക്കാന്നുള്ളതിന് ലവ്, എല്ലാം വാക്കുമായിട്ടുണ്ട്. യെസ്, പറഞ്ഞോളൂ. Before my marriage, യെസ്, I had വരുവോ? ഐ ലവ്ഡ് മിനി അല്ലേ? അവിടെ നിൽക്കട്ടെ. മുഫീദ. മുഫീദയാണ് ഈ സുധീഷ് എന്ന് വിചാരിക്കുക. 2026 മുഫി ഈ കാര്യം പറയുന്നു. 2026 ഇപ്പോ പറയുന്നു, ഞാൻ ബിനീഷയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മിനിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. I was in love with Mini before my marriage. Yes, I was in love with Mini before marrying Binisha. മെർലിൻ അങ്ങനെ പറയുന്നു. ഓക്കെ, വെരി ഗുഡ് മെർലിൻ, വെരി ഗുഡ്. മുബി ഫാസി. മുബി ഫാസിയാണെങ്കിൽ എങ്ങനെ പറയും? സംഭവം ഇതാണ്, ഞാൻ ബിനീഷയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മിനിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. Before my marriage, my husband loving Mini. Yes. Okay. Very good. Okay, Mubi. Very good. ഇത് നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇവിടെ നോക്കി, 2013 സുധീഷിന്റെ വിവാഹം നടന്നത്. 2010 യെസ്, ഓക്കെ പറഞ്ഞില്ല, ഞാൻ വരാം. 2010 സ്നേഹിച്ചത്. ഈ രണ്ട് സംഭവവും കഴിഞ്ഞുപോയ സംഭവങ്ങളാണ്. ഈ കഴിഞ്ഞുപോയ രണ്ട് സംഭവങ്ങളെ കുറിച്ച് പറയുന്നത് ഇപ്പോഴാണ്, 2026 പറയുന്നത്. യെസ്, 2026 ആണ് ഇത് പറയുന്നത്. അപ്പോ കഴിഞ്ഞുപോയ വിവാഹത്തെ കുറിച്ചും കഴിഞ്ഞുപോയ ഒരു സ്നേഹബന്ധത്തെ കുറിച്ചുമാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, അങ്ങനെ രണ്ട് പാസ്റ്റ് വരുമ്പോൾ അതില് ആദ്യം നടന്ന സംഭവം ഏതാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നടന്ന സംഭവം വിവാഹം കഴിച്ചു എന്നുള്ളതാണ്, സ്നേഹിച്ചു എന്നുള്ളതല്ലേ? യെസ്, അത് 2010 നടന്ന സംഭവം അല്ലേ? ഞാനിത് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ വിളിച്ചത്, അല്ലാതെ ബിനീഷയുടെ ഭർത്താവ് അങ്ങനെ ആയതുകൊണ്ടല്ല. യെസ്, ഹീസ് എ ജെന്റിൽമാൻ. അപ്പൊ അത് അങ്ങനെ ആയതുകൊണ്ടല്ല. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നുമില്ല. അങ്ങനെ
രണ്ട് പാസ്റ്റ് ഒരു സെന്റൻസിൽ വരുമ്പോൾ അതിൽ ആദ്യം നടന്ന സംഭവം ഏതാണെന്ന് നോക്കാം. ആദ്യം നടന്ന സംഭവം ഇനി നമ്മൾ പറയാൻ പോകുന്ന ടെൻസ്, ദാറ്റ് മീൻസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. സബ്ജക്റ്റ്, ഹാഡ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റ്, ഹാഡ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ആ ടെൻസിൽ പറയും. അപ്പൊ ഇവിടെ എന്ത് പറയും നമുക്ക്? ബിഫോർ ഐ മാരീഡ് ബിനീഷയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഐ ഹാഡ് ലവ്ഡ് മിനി. അതാണ് കറക്റ്റ്. അന്ന വെരി ഗുഡ്. അതിന്റെ വളരെ കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചത് വെരി ഗുഡ്. യെസ്, ഐ ഹാഡ് ലവ്ഡ് മിനി. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ പറയാം. ജോഷിക്ക് ചെയ്യാം, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കാം, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണോ ട്രെയിൻ പോയതാണോ ആദ്യം നടന്ന സംഭവം? ട്രെയിൻ പോയതല്ലേ. അപ്പൊ നമുക്ക് പറയാം, ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അതാണ് കറക്റ്റ്. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ പോയിട്ടില്ലായിരുന്നു എനിക്ക് ട്രെയിൻ കിട്ടിയാലേ. യെസ്. അപ്പോ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് സ്നേഹ ആരുടെ വീട്ടിലോട്ട് പോകുന്നു? സൈനുവിന്റെ വീട്ടിൽ ചെല്ലുന്നു. സൈനുവിന്റെ വീട്ടിൽ ചെന്നപ്പോ സൈനു പോയി. സ്നേഹ തിരിച്ചു വരെയാണ്. തിരിച്ചു വരുമ്പോ ആ ദുഃഖിച്ചിരിക്കുന്ന സ്നേഹനം പോകേണ്ട എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ സൈനു പറയുന്നു, ഞാൻ അവിടെ ചെന്നപ്പോൾ സൈനു പോയിട്ടുണ്ടായിരുന്നു. കേട്ടോ, വെൻ ഐ റീച്ച്ഡ് ദയർ, RESCHED, റീച്ച്ഡ് ദയർ, സൈനു ഹാഡ് ലെഫ്റ്റ്. സൈനു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്നതാണോ സൈനു അവിടെ നിന്ന് പോയതാണോ ആദ്യം നടന്ന സംഭവം? സൈനു പോയതല്ലേ. യെസ്. അപ്പൊ അങ്ങനെ രണ്ട് പാസ്റ്റ് ഇൻസിഡൻസ് വരുമ്പോൾ അതിനകത്ത് ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് പറയും. ഓക്കെ, ഇനി അത് മറക്കില്ലല്ലോ. ഇനി അത് മറക്കോ? യെസ്. ബിനീഷ് ഇനി ഒരിക്കലും മറക്കില്ല. യെസ്. അപ്പൊ എവിടെയെല്ലാം ഹാഡ് കാണുന്നുണ്ടോ അവിടെയെല്ലാം ഓർക്കും. ഓ, ഈ ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുന്നു കഴിയുമ്പോൾ യെസ്, രണ്ട് പാസ്റ്റ് വരുമ്പോൾ അത് ഉപയോഗിക്കും. കൂടാതെ ഈ ഹാഡ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. നമുക്ക് വേറെയും പറയാം, ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് നോൺ ദാറ്റ്, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. യു ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം, നീ ഇംഗ്ലീഷ് പോയം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ യു, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്, when I went there, I had seen you. യെസ്. അപ്പോ അങ്ങനെ നമുക്ക് ഹാഡ് എന്ന് പറയുന്ന വേർഡ് മാത്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. അപ്പൊ ഉണ്ടായിരുന്നു എന്നർത്ഥം വരും ഹാഡ്. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നുകൂടി പറയുന്നു. സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഹാഡ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, അത് ഉപയോഗിക്കുമ്പോഴാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് അവിടെ എന്ന് പറയും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. യെസ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന് പറഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഹാഡ് തന്നെ വേറൊരു രീതിയിൽ ഉപയോഗിക്കും. യെസ്. ഇപ്പോ നമ്മൾ നേരത്തെ ഉണ്ട് എന്നുള്ളതിന് ഹാവ് പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നുള്ളതിന് ഡോണ്ട് ഹാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞു, മുൻപുണ്ടായിരുന്നു, ഇപ്പതില്ല. മുമ്പ് വലിയൊരു വീടുണ്ടായിരുന്നു, ഇപ്പില്ല. അപ്പൊ എന്ത് പറയാം? ഐ ഹാഡ് എ ബിഗ് ഹൗസ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് അല്ല, ഹാഡിന്റെ വേറൊരു ഉപയോഗം പറഞ്ഞാണ് ഞാൻ. കാരണം എന്താണ്? ഹാഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് എന്താണ്? എ ബിഗ് ഹൗസ് ആണ്. അതൊരു നൗൺ, ഒരു വലിയ വീട്, നൗണാണ്. ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഒരു നൗൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴില്ലാത്തതും മുമ്പിൽ ഉണ്ടായതുമായ ഒരു സംഗതിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. യെസ്, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആവുള്ളൂ. ഓക്കെ, ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നത് ഒരു പേരാണെങ്കിൽ, ഒരു നൗൺ ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് അല്ല, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ
ഹാഡ് എന്ന് പറയുന്ന ഒരു സംഗതി കാണുമ്പോൾ തന്നെ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അത് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഹാഡ് കഴിഞ്ഞിട്ടുള്ള വാക്കുകൂടി നിങ്ങൾ നോക്കണം. അവിടെ പറഞ്ഞിട്ട് മൂന്നാമത്തെ ഫോം ആണോ, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അവിടെ മൂന്നാമത്തെ ഫോം അല്ല വേറെ വല്ലതാണെങ്കിൽ അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ദെൻ കൃഷ്ണേന്ദു. സാർ. ഓക്കെ, കൃഷ്ണേന്ദുവിന് മുമ്പുണ്ടായിരുന്നതും എന്നാൽ ഇപ്പൊ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു 2-3 കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച്. മുമ്പുണ്ടായിരുന്നു, ഇപ്പില്ല. യെസ്, അപ്പൊ അത് നോക്കുമ്പോ കൃഷ്ണേന്ദു പറയാം, ഐ വേണമെങ്കിൽ കയ്യിൽ നിന്ന് ചേർത്തോട്ടാ. ഐ ഹാഡ് എ ബിഗ് ഹൗസ് അല്ലേ എന്ന് പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും പറയാം. ഐ ഹാഡ് ലോങ് ഹെയർ. കൃഷ്ണേന്ദു പറയാം, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നീളമുള്ള മുടിയെ ഇപ്പൊ ഷോർട്ട് ഹെയർ ആണ്. അപ്പൊ അത് പറയാം, ഐ ഹാഡ് ലോങ് ഹെയർ. ഐ ഹാഡ് ലോങ് തിക്ക് ഹെയർ. ഞാൻ ലോങ് എന്ന് പറഞ്ഞോളൂ. അപ്പോ അതിന് ഒരു വാക്കുകൂടി ചേർത്ത് കൃഷ്ണൻ, ലോങ് ആൻഡ് തിക്ക് ഹെയർ. യെസ്. പിന്നെ അന്ന് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഫേസ് ആയിരുന്നു. ഇപ്പൊ ബ്യൂട്ടിഫുൾ അല്ല. അപ്പൊ എന്താ പറയും, ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഫേസ്. കേട്ടോ? അപ്പൊ ഞാനത് വെറുതെ പറഞ്ഞതാണ്, സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. യെസ്. അപ്പൊ ആലോചിക്കാൻ കൃഷ്ണേന്ദുവിന് അതിപ്പോ ശരീരം നിലനിൽക്കുന്നില്ലട്ടോ, വീട്ടിലുള്ള എന്തെങ്കിലും നോക്കാം. സാർ, അത് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്ന് പറയണം സാർ. വേണ്ട, അത്രയും പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. അത് പറയണ്ട. അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭർത്താവ് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ വരുന്ന കൂട്ടുകാരനോട് ഹി വെന്റ് എന്നും പറയാം, ഹി ഹാസ് ഗോൺ എന്നും പറയാം. ഹി വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കും നേരത്തെ പോയി എന്ന്. ഹി ഹാസ് ഗോൺ എന്നാണ് കൃഷ്ണേന്ദു പറയണമെങ്കിൽ വന്ന് കൂട്ടുകാരൻ മനസ്സിലാക്കും പോയിട്ട് അധികം സമയമായിട്ടില്ല. യെസ്. അപ്പോ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പൊ കൃഷ്ണേന്ദു പറയാണ്, ഹി വെന്റ് ടു ദ ഹോസ്പിറ്റൽ എന്നും പറയാം. ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഹി വെന്റ് ടു ഹോസ്പിറ്റൽ എന്നും പറയാം. ഹി വെന്റ് ടു ദ ഹോസ്പിറ്റൽ എന്നാണ് കൃഷ്ണേന്ദു പറയണമെങ്കിൽ കൂട്ടുകാരൻ ചോദിക്കും, ആരാ ആശുപത്രിയിൽ കിടക്കുന്നത് ചോദിക്കും. കാരണം ഹി വെന്റ് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കൃഷ്ണേന്ദുവിന്റെ ഭർത്താവ് രോഗിയായതുകൊണ്ട് പോയതല്ല, വേറെന്താ കാര്യത്തിൽ പോയത്. നേരെ മറിച്ച് കൃഷ്ണേന്ദു പറയുന്നത് ഹി വെന്റ് ടു ഹോസ്പിറ്റൽ എന്നാണ് പറയണെന്നുണ്ടെങ്കിൽ വന്ന കൂട്ടുകാരൻ ചോദിക്കും, എന്താ പുള്ളിക്ക് പറ്റിയത്, എന്താ രോഗം എന്ന് ചോദിക്കും. ഇത് ചോദിക്കണമെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം, അല്ലേ? നമ്മള് പഴയ കാലത്ത് തീയൊക്കെ പറഞ്ഞു നോക്കും. ഇവിടെ ഒരു തീ വെക്കുമ്പോ കുറച്ചുകൂടി ഭംഗിയുണ്ട്, എന്നാ അവിടെ തീ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഈ ആർട്ടുകളൊക്കെ ഉപയോഗിക്കുന്ന ഓരോ നിയമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ കൃഷ്ണേന്ദു, അപ്പൊ ഞാൻ ഇതൊക്കെ നീട്ടി പിടിച്ചത് കൃഷ്ണേന്ദുവിനെ ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെസ്, പറഞ്ഞോളൂ കൃഷ്ണേന്ദു. Sir, I had a long thick hair. Yes, okay. I had a fat body. Yes, okay. I had a laptop. I had a laptop. Yes. I had a shyness in my sir. I had a shyness. പണ്ട് എനിക്ക് ഭയങ്കര ലജ്ജാശീലം ഉണ്ടായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. Now ഇല്ല. Yes, okay. Very I good. had a long nail. I had a long nail. നീളമുള്ള നഖമുണ്ടായിരുന്നു. വെരി ഗുഡ്. ഓക്കെ. പിന്നെ പിന്നെ പറഞ്ഞോളൂ. പറഞ്ഞോ. പറയാൻ പോയല്ലോ, ആ പറഞ്ഞ വന്നത് കൂടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. I had a reading habit. I had a reading habit. പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പൊ അല്ലേ? യെസ്. ഓക്കെ കൃഷ്ണേന്ദു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശിവപ്രിയ. പറയൂ ശിവപ്രിയ. ശിവപ്രിയക്ക് നേരത്തെ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായ എന്തെങ്കിലും സംഗതികളുണ്ടോ? I had a bicycle. I had a bicycle. പണ്ട് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ഓക്കെ, വെരി ഗുഡ്. I had a pet dog. I had a pet dog. എനിക്കൊരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഓക്കെ. I had a blue shirt. Yes, okay.
I had a wonderful childhood. Yes, I had a wonderful childhood. നല്ല കാൽപ്പനികതയിലോട്ടാണ് ശിവപ്രിയ പോകുന്നത്. എനിക്ക് ഓർമ്മിക്കുന്നതൊക്കെ ഒരു നല്ലൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. Gone are those good old days. അല്ലേ ശിവപ്രിയ? വെരി ഗുഡ്. Thanks, sir. Yes, okay. Very good. Reham. Yes, sir. പറഞ്ഞോളൂ റേഖാബ്. റേഖാബിന് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ലാത്ത. Yes. I had a fish. I had a fish. I had an aquarium എന്നൊക്കെയല്ലേ? Okay. I had a. Yes, okay. പറഞ്ഞോ. ഇത് നുണയൊക്കെ ചേർത്തോ? നുണ റേഖാൻ പറയാറില്ല, എന്നാലും ഇപ്പൊ സെന്റൻസ് റേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നൊക്കെ ചേർത്തോ? പറയാം. ഐ ഹാഡ് എ സ്ട്രോങ് മൈൻഡ്. പണ്ട് എനിക്ക് ഭയങ്കര സ്ട്രോങ് മൈൻഡ് ആയിരുന്നു. പറഞ്ഞതായിരുന്നു. ഇപ്പൊ അത്ര പിടിവായിച്ചൊന്നുമില്ല, അല്ലെ? ശരിയല്ലേ? Yes, sir. അല്ലെങ്കിൽ പണ്ടായിരുന്നു സോഫ്റ്റ് ആയ മൈൻഡ്, ഇപ്പൊ നല്ല സ്ട്രോങ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ ഹാഡ് എ സോഫ്റ്റ് മൈൻഡ് എന്ന് പറയും. Yes, okay. I had a shine my childhood. Yes, I had a shyness during my childhood. എന്റെ കുട്ടിക്കാലത്ത് വളരെ ലജ്ജാലുവായിരുന്നു. Yes, okay. അവിടെ നോക്കി അപ്പൊ എന്തെങ്കിലുമൊക്കെ കാണാം. ഐ ഹാഡ് എ ഗുഡ് നൈബർ. പണ്ടിരിക്ക് നല്ലൊരു അയൽക്കാരൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അയൽക്കാരി ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഗുഡ് ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഐ ഹാഡ് എ ബെസ്റ്റി. ഈ നല്ലൊരു ബെസ്റ്റ് സുഹൃത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയാലോ. യെസ്. I had confidence in my child. യെസ്, ഓക്കെ. That's all. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് പഠിക്കിട്ടിയല്ല. സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം ഹാഡ് ഉപയോഗിക്കുക. ഹാഡ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. അതാണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. ജെറി മേരി. Yes. Ashwini Murali. Good morning, sir. Yes, good morning. How are you? I am fine. What about you? I am also very fine. Very good. Yes. അപ്പൊ നമ്മുടെ ഈ വെള്ളത്തിൽ കിടക്കുന്ന മക്കൾ വെള്ളം കിട്ടിയായിരുന്നോ? നമ്മള് കുട്ടി കഴിഞ്ഞ ആഴ്ച വെള്ളത്തിൽ കിടപ്പുണ്ടായിരുന്നേ. ഓ, ചിന്തിച്ച് വെള്ളം കിട്ടിയായിരുന്നോ? ഇല്ല. ഇപ്പൊ പറഞ്ഞ പോലെ. Yes. Okay. Okay. ആലോചിച്ചോളൂ. ശരി. Very good. Then പറഞ്ഞോളൂ അശ്വിനി. ഓർമ്മിച്ച് വെച്ചിന് കുറച്ച്. I had a cute kitten. Yes. I had a collection of books. I had a collection of books. Okay. ഏവണ്ടല്ലോ. I had collection of books. ഏവണ്ടല്ലോ. Yes. I had lot of memories about my childhood. ആരും പറയാത്തൊരു പോയിന്റ് ആയിരുന്നു. Lot of sweet memories. ഞാൻ വാക്കുകൾ ചേർത്ത്. Okay. That's all. അത്ര ഓർമ്മിച്ച സമയം കിട്ടി. Very good. Ashwini. Very good. Yes. Okay. Very good. Krishnendu. കിട്ടിയില്ല. നന്ദന. Sir. How are you, Nandana? Fine, sir. Yes. Where are you from, Nandana? Mamalakandam. Mamalakandam. That means
മലയാറ്റൂർ. എറണാകുളം ഡിസ്ട്രിക്റ്റ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം നന്ദന, ഞാനൊരു ചോദ്യം ചോദിക്കണം നന്ദനയോട്. നേരത്തെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ, ഞാൻ വിളിച്ച് ചോദിച്ചോളാം. മ്യൂട്ട് ചെയ്തു. ചോദ്യം നന്ദനയോടാണ് ചോദിക്കുന്നതെങ്കിൽ ചോദ്യം എല്ലാവരോടും കൂടിയാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞാൽ മതി. സാർ പറഞ്ഞു, പണ്ട് ഞാനൊരു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടുത്തെ പ്രിൻസിപ്പലിന്റെ ഒരു വളരെ അടുത്ത ഒരു എന്താ പറയാ, കുറച്ച് പേരെ കൂടുതൽ വിശ്വസ്തരായ കുട്ടികൾ വരില്ല. അപ്പൊ അത് കൂട്ടത്തിൽ ഞാൻ പെട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കോളേജിൽ നിന്ന് ഏറ്റവും നല്ല 2 വിദ്യാർത്ഥികളെ അയക്കുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒരാൾ ഞാനായിരിക്കും. അത് ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയതുകൊണ്ടല്ല, മറിച്ച് പ്രിൻസിപ്പലിന്റെ ഒരു പെറ്റായതുകൊണ്ട് ഒരു പേര് കൂടി എന്റെ പേര് പറയും. ഒന്ന് ആ ജോബിനെ വിട്, പിന്നെ ഒരാൾ പേര് അങ്ങനെ ഇവിടെ വരും. അപ്പൊ അത് പക്ഷെ എനിക്കത് ഒരുപാട് ഗുണം ചെയ്തു, ഒരുപാട് ഗുണം. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും അധികം ഗുണം ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷത്തിൽ ഞാൻ 2 ക്ലാസ്സിലായി ഇങ്ങനെ പങ്കെടുത്ത് ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ ബോർഡ്, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു 2 ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് എനിക്ക് പിന്നീട് ഒരുപാട് ഗുണം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. യെസ്, ഞാൻ ഒരു 23-24 വയസ്സുള്ള സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് പോയിരിക്കുന്നു. ഒരു ഉയർന്ന തസ്തികയ്ക്കുള്ള ഒരു പോസ്റ്റാണ്. അതായത് വളരെ ഉയർന്ന തസ്തികയ്ക്കുള്ള പോസ്റ്റ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ 2nd ക്ലാസ് കമ്പാർട്ട്മെന്റിന്റെ വെയിറ്റിംഗ് റൂമിൽ വെളുപ്പിന് 5 മണിക്ക് റെഡിയായിട്ട് അവിടെ നിൽക്കുന്നതാണ് കോൾ ലെറ്റർ പറഞ്ഞത്. അങ്ങനെ തലേ ദിവസം ഞാൻ മൈസൂരെത്തി. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ചാമുണ്ടേശ്വരി എന്ന് പറയുന്ന ഒരു ലോഡ്ജ് എടുത്ത് അവിടെ തങ്ങി. പിറ്റേന്ന് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് ഇതിനെ പോയുള്ള ഇന്റർവ്യൂ പങ്കെടുക്കാൻ പോയുള്ള കഴിഞ്ഞ് മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ 2nd ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ചെന്ന് അവിടെ കയറും. ഞാൻ മാത്രമല്ല, കുറച്ച് പേരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ബസ്സും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ട്രക്കും വരാൻ. അപ്പൊ ഞങ്ങളുടെ ലഗേജ് ഒക്കെ ട്രക്കിന്റെ അകത്തോട്ട് കയറ്റി ഞങ്ങളുടെ ബസ്സിൽ കയറ്റി മൈസൂരുള്ള റിക്രൂട്ടിംഗ് സെന്റർ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ റിക്രൂട്ടിംഗ് സെന്ററിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ കേരളത്തിൽ ഞാൻ ഒരു 4-5 പേരുള്ളൂ, അതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ബസ് അങ്ങടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിന്റെ കവാടത്തില് ഇങ്ങനെ ആർച്ച് ഉണ്ടായിരുന്നു. ആ ആർച്ചിൽ എഴുതി വെച്ചൊരു വാചകം ഉണ്ടായിരുന്നു, ഇന്ത്യൻ എയർഫോഴ്സ് വെൽക്കംസ് യു, ഇന്ത്യൻ എയർഫോഴ്സ് നിങ്ങളെ മാടി പിടിക്കുന്നു. ഇതായിരുന്നു ആ വാചകം. അതിന്റെ അടിയിലൂടെ ഞാൻ അങ്ങനെ ചെന്നത്. യെസ്, ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല, അന്ന് അവര് ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ച ഒരു ചോദ്യം നന്ദനോട് ഞാനിപ്പോ നന്ദനോട് ഞാനിപ്പോ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കും, പക്ഷെ ചോദിക്കും. ഐ ഫേസ് ഇറ്റ്, ഞാൻ ഫേസ് ചെയ്തതാണ്. യെസ്. അപ്പൊ നന്ദന ചോദ്യം ഇതാണ്. നന്ദനയുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകും. അവർ ചോദിക്കുന്നത് ഇംഗ്ലീഷ് ആയിട്ട്, നല്ല രസകരമായിട്ടാണ് ചോദിക്കുന്നത്. ഇത് രസത്തോട് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ കൂട്ടുകാരി അവിടെ ഇല്ല. അപ്പോ നന്ദന ആ കൂട്ടുകാരിയുടെ മുറിയിൽ അവിടെ ഇരിക്കുന്നു. അവിടെ ആരുമില്ല എന്നുള്ള വിശ്വാസത്തിൽ നന്ദന അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് ആ കൂട്ടുകാരിയുടെ സഹോദരൻ നന്ദന ഇരിക്കുന്ന മുറിയിലോട്ട് ഓടി വരുന്നു, അല്ലെങ്കിൽ കയറി വരുന്നു. ആ സഹോദരൻ വരുന്നത് പരിപൂർണ നഗ്നനായിട്ടാണ്. ചോദ്യം ഇതാണ്, നന്ദന, വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് റിയാക്ഷൻ? ഞാൻ നെർവസ് ആവും. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നന്ദനക്ക് ഒന്നിത് വേണമെങ്കിൽ നന്ദനക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഇറങ്ങിപ്പോരാം. അതല്ലാന്നുണ്ടെങ്കിൽ അവന്റെ ചെകിട് നോക്കി അങ്ങനെ പൊട്ടിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത് മൂവി പറയുന്നു ക്ലോസ് ഐസ് എന്ന് പറയാം, കണ്ണടക്കാം. അതല്ലെങ്കിൽ ഇരിക്കുന്നത് ആ മുറിയിലായതുകൊണ്ട് അവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് പറയാം
ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഏതായാലും കൂട്ടുകാരിയുടെ സഹോദരനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങി പോരാ. ഒന്നുമല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാം. യെസ്, നന്ദന, വാട്ട് യു വിൽ ഡു? അപ്പൊ റേഖാൻ പറയുന്നു റേഖാൻ മുബി പറയുന്നു മുബി കണ്ണടച്ചിരിക്കുമെന്ന് പറയുന്നു. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഡെഫിനിറ്റ് അത് ഈ സാധാരണ പോകുന്ന ജോലിയില്ല, അതിനൊന്നുമല്ല. ഉയർന്ന പോസ്റ്റ്, ജസ്റ്റ് റണ്ണവേ. മെർലിൻ പറയുന്നു ഷീ വിൽ റണ്ണവേ, അവിടെ നിന്ന് ഇറങ്ങി ഓടി പോകുന്നാണ് പറയുന്നത്. യെസ്, ഓക്കെ. നിങ്ങളുടെ റിയാക്ഷൻ. പക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവര് 4-5 പേരിങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള ഓരോ ഭാവങ്ങളും. കാരണം വെച്ചാൽ ഒരു ക്രിട്ടിക്കലായ സമയത്ത് നമ്മൾ തീരുമാനം എടുക്കേണ്ടി വരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ. കാരണം അവിടെ ആലോചിക്കാൻ സമയം കിട്ടില്ല. കറക്റ്റായിട്ട് ലോജിക്കായിട്ട് ചിന്തിക്കുന്ന തീരുമാനം എടുക്കേണ്ടി വരും, കുറച്ച് സമയം കിട്ടുള്ളൂ. പിന്നീട് നമ്മൾ സമയമെടുത്ത് ആലോചിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടണം ആ തീരുമാനം തന്നെയായിരുന്നു കറക്റ്റ് എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ലേ? അത് ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മിലിറ്ററിയുടെയൊക്കെ ഏറ്റവും ടോപ്പിലേക്ക് ഇരിക്കുന്ന അവരൊക്കെ ആലോചിക്കാൻ നേരം കിട്ടില്ല. ചില യുദ്ധമുഖത്തൊക്കെ നിൽക്കുമ്പോൾ they have to take the quick decision, പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരും. യെസ്, അത് കറക്റ്റ് ആയിരിക്കാൻ വേണം. അതുകൊണ്ടാണല്ലോ അവർ കളക്ടർമാരും IAS ഓഫീസേഴ്സ് IPS ഓഫീസർമാരൊക്കെ ആയിപ്പോയത്. they have got more intelligence. അപ്പൊ ഞാൻ നന്ദനോട് ചോദിച്ചായിരുന്നു, നന്ദനയുടെ ഉള്ളില് എവിടെയെങ്കിലും ഒരു IAS കാരൻ കിടക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ് ചോദിച്ചാണ്. ഇത് IAS ചോദിച്ച ചോദ്യമല്ല കേട്ടോ ഇത്. യെസ്, അപ്പൊ ഇവിടെ കുറച്ചു പേര് ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ ആരുടെ ഉത്തരത്തെ ഞാൻ ചെറുതായി കാണുന്നില്ല. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുക എന്നുള്ളതാണ്. യെസ്, കാരണം ഇതിനകത്ത് ഒരു ലോജിക്ക് ഉണ്ട്. അങ്ങനെ ഒരു സഹോദരൻ മുറിയിലേക്ക് വരുമ്പോൾ ദാറ്റ് വിൽ ബി ലെസ് ദാൻ 2 years ഓഫ് ഓൾഡ്. അതിന് 2 വയസ്സിൽ താഴെ പ്രായം പ്രതിഷ്ഠ. യെസ്, അപ്പൊ ആ ഒരു ലോജിക്കിലോട്ട് നമ്മൾ എത്തിയില്ല. യെസ്, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഞാൻ നന്ദനോട് വെറുതെങ്കിലും കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ നന്ദന വിചാരിച്ചു സാറിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണല്ലോ. പക്ഷെ എന്നോട് ചോദിച്ചപ്പോ ഈ ഉത്തരം അവര് പറഞ്ഞില്ല. യെസ്, അപ്പൊ എന്നോട് ചോദിച്ചപ്പോ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ പോകുന്നു, കൂട്ടുകാരന്റെ സഹോദരി പരിപൂർണതയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് എന്നോട് ചോദിച്ചത്. ഞാനിവിടെ നന്ദനോട് ചോദിച്ചപ്പോൾ ഞാനൊന്നും മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. കൂട്ടുകാരിയുടെ സഹോദരനായിട്ട് ഇത് മാത്രമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ദാറ്റ് വിൽ ബി ലെസ് ദാൻ 2 years ഓഫ് ഓൾഡ്. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചിന്തകളൊക്കെ ഒരു ട്രാക്കിലൂടെയാണ് പോണത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നിടത്താണ് ഒരു ഇന്റലിജന്റ് ആയ IQ കൂടുതലുള്ള ഒരാളും ഒരു സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയാമായിരുന്നു കേട്ടോ. ഇത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. യെസ്, അപ്പോ പക്ഷെ ജോലി എനിക്ക് കിട്ടിയില്ല. ഒരു പക്ഷേ MT HA-22 ഈ നിങ്ങളെന്ന് പറയുന്ന പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികളെ പരിചയപ്പെടാൻ ഒരു പക്ഷെ അവസരം കിട്ടിയില്ല എന്ന് തോന്നേക്കാം. അന്നാ ജോലി കിട്ടി പോയിരുന്നെങ്കിലും. അപ്പൊ അത് കിട്ടാതിരുന്നതുകൊണ്ട് നന്നായി. എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാറ്, നിങ്ങൾ ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങളുടെ പേരിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. യുവർ നെയിം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് തിങ്. നിങ്ങളുടെ പേര്, ആ പേരിന് ഒരർത്ഥമുണ്ടെങ്കിൽ ആ അർത്ഥത്തെ കുറിച്ച് പഠിക്കുക. ശ്രീറാം, ആ അർത്ഥത്തെ കുറിച്ച് പഠിക്കുക. നിങ്ങളുടെ പേരിന്റെ അർത്ഥം ഉണ്ടെങ്കിൽ. പിന്നെ ആ പേരില് പ്രശസ്തരായിട്ടുള്ള ഓക്കെ മെർലിൻ, ആ പേരിൽ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് പഠിക്കാം. യെസ്, അത് പഠിച്ചിരിക്കുക. അത് മസ്റ്റാണ് കേട്ടോ. ഇപ്പൊ എന്റെ പേര് ജോബ്. ഈ ജോബ് എന്ന് പറയുന്ന വേർഡിന് നിങ്ങൾ പറയും ജോലി എന്ന് പറയും. പക്ഷേ ഇതിന് ഓക്സ്ഫോർഡ് ഇഷ്ടങ്ങളിൽ ഒരു മീനിങ് എടുക്കുന്നുണ്ട്. എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്. ദീർഘക്ഷമയുള്ളവരെന്നാണ് അർത്ഥം. ഞാൻ നല്ല ക്ഷമയുള്ള മനുഷ്യനാണ്, നിങ്ങൾക്ക് തോന്നുന്നില്ല. യെസ്, ഓക്കെ, എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഞാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്.
യെസ്. അപ്പൊ തൃശ്ശൂര് ജില്ലാ PSC ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ. ഞാൻ ആ അക്ഷരം പ്രതി പഠിച്ചിട്ടുണ്ട് എന്റെ ഓരോ ഇന്റർവ്യൂ പോകും. പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് അന്നത്തെ പത്രം വായിക്കണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഏത് ഇന്റർവ്യൂ അന്ന് നമ്മൾ ഒന്നും ചെയ്യൂല, പക്ഷെ നിങ്ങൾ അന്നത്തെ പത്രം വായിക്കണം, അത് ഗുണം ചെയ്യുമെന്ന് അന്ന് ആ സാറ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ് ഞാൻ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി തൃശ്ശൂർ ജില്ലയിലുള്ള PSC ഓഫീസിലേക്ക് പോയിരുന്നു. അപ്പൊ അവിടെ ചെന്നു. അപ്പൊ എന്റെ പേര് വിളിച്ചു. അപ്പോ PSC മെമ്പർ ഉണ്ട്, പിന്നെ ജില്ലാ PSC ഓഫീസർ, വേറെ 2-3 പേരൊക്കെ ഉണ്ട് അവിടെ. അതൊന്നും ഞാൻ അറിയില്ല. അപ്പോ ഞാൻ അങ്ങോട്ട് എന്റെ ബുക്ക് അങ്ങോട്ട് കൊടുത്തപ്പോ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ PSC മെമ്പർ ചോദിച്ചത്, യുവർ നെയിം ഈസ് ജോ? Yes sir, my name is Joe. Who is Joe? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ഹൂ ഈസ് ജോ? ആരാണ് ജോ? പക്ഷേ മെല്ലിൽ അറിയാൻ പറ്റും. പക്ഷെ ബൈബിളില് ഒരു ജോബ് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അത് എനിക്കറിയാമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച ചോദ്യവുമായിരുന്നു. അത് ഇങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചാണ്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ സെയിന്റ് ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ബൈബിൾ. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു സെയിന്റ് ഉണ്ട്, ആ സെയിന്റിന്റെ പേരാണ് ജോബ്. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങളുടെ പേര്, ആ പേരിൽ പ്രശസ്തരായ ആളുകൾ, സെയിന്റിനാവണമെന്ന് കിട്ടാം, അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ അവരെ കുറിച്ച് അറിഞ്ഞിരിക്കണം, മസ്റ്റാണ്. കാരണം നിങ്ങളെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും അറിയില്ല, പക്ഷെ അവർക്കൊരു സ്റ്റാർട്ടിങ് കിട്ടുന്നത് നിങ്ങളുടെ പേര് വെച്ചിട്ട് ആരംഭിക്കുള്ളൂ. യെസ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേരിനെ കുറിച്ചും നിങ്ങളുടെ നാടിനെ കുറിച്ചും നിങ്ങളുടെ നാട്ടിൽ പ്രശസ്തരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചും ഒക്കെ നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പൊ എന്നോട് ചോദിച്ചു, ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് എ സെയിന്റ് മെൻഷൻഡ് ഇൻ ബൈബിൾ എന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം അതിനകത്ത് തെറ്റ് പറ്റിപ്പോയിട്ട് ഞാൻ പറഞ്ഞപ്പോ ഇറ്റ്സ് എ സെയിന്റ് എന്നല്ല പറഞ്ഞ, ഇറ്റ്സ് എ ക്യാരക്ടർ മെൻഷൻഡ് ഇൻ ബൈബിൾ എന്ന് പറഞ്ഞു. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് ചോദിച്ചു. കഥാപാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി തിരിച്ചിങ്ങനെ ചോദിച്ചു, ഈസ് ബൈബിൾ എ നോവൽ ചോദിച്ചു. ബൈബിൾ നോവലാണോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സോറി സർ, ഇറ്റ് ഈസ് നോട്ട് എ ക്യാരക്ടർ, ഇറ്റ് ഈസ് എ സെയിന്റ്. ഓക്കെ, പുള്ളി അപ്പൊ അത് എടുത്തു. യെസ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അടുത്ത ചോദ്യം ചോദിച്ചത്, ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതൊന്നും അതിശയോക്തിലിടാം, വിച്ച് ഐ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. അടുത്ത ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ദ ഫേമസ് കൊട്ടേഷൻ ഓഫ് ജോബ്? ഈ ജോബിന്റെ ഒരു പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ഉണ്ട്, അത് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരറിവും ചെറുതല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക. യെസ്, അതെപ്പോഴും ഒരുപക്ഷെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പോലെയല്ല, കുറച്ചു പേർക്കറിയാം. ബൈബിൾ ഒരു കഥ പറയുന്നത് അത് ഇതാണ്, ദൈവവും ഈ ജോബ് സാത്താനും തമ്മിൽ ഒരു വാഗ്വാദം നടന്നു. ഈ ജോബ് വളരെ നല്ല മനുഷ്യൻ, നീതിമാനമായ മനുഷ്യനായിരുന്നു. അപ്പോ സാത്താൻ പറയാണ്, അവരെ കൊണ്ട് ഞാൻ ദൈവമില്ല എന്ന് പറയിപ്പിക്കാം എന്ന് പറയുന്നു. ബെറ്റ് വെക്കിടാവില്ല, ഒരു കഥയാണ്. അപ്പൊ ബെറ്റ് വെച്ചു. അപ്പോ ദൈവം ഒരു കണ്ടീഷൻ വെച്ചു, അവന്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല, ബാക്കി എന്തുകൊണ്ടെങ്കിലും ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനെ ജോബിന്റെ കന്നുകാലികള് നശിച്ചു പോകുന്നു, ഭാര്യ ഉപേക്ഷിച്ചു പോകുന്നു, മക്കൾ മരിക്കുന്നു, വയല് നശിച്ചു പോകുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. പക്ഷെ എന്നാലും പുള്ളി പറയുന്നില്ല ദൈവം ഇല്ല എന്ന് പറയുന്നു. കാരണം പുള്ളി പറയുന്നത് ഇതൊക്കെ തന്നത് ദൈവമാണ്, തിരിച്ചെടുത്തതുമാരാണ് ദൈവമാണ്. ഇതാണ് പുള്ളി ഫേമസ് ആയ കൊട്ടേഷൻ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം സാത്താനോട് ദൈവം ചോദിക്കുന്നത് തോൽവി സംബന്ധിച്ചോ? അപ്പൊ സാത്താൻ പറയും, അത് പിന്നെ എങ്ങനെയാണ്, അവന്റെ ശരീരത്തിൽ തൊടാന്ന് ഞാൻ അനുവാദം തന്നില്ല, അതും കൂടി കിടക്കുക, അല്ലെങ്കിൽ അവനെ കൂടി ദൈവമില്ലാന്ന് പറയിപ്പിക്കാം. ഓക്കെ, പെർമിഷൻ ഈസ് ഗ്രാൻഡഡ്. അങ്ങനെ ഈ ജോബിന് കുഷ്ഠരോഗം വരെയുണ്ട്. അപ്പൊ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് അകന്ന് വേറൊരു സ്ഥലത്ത് കുഴിയൊക്കെ കുത്തി പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുന്നു, പുഴുക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോഴും പുള്ളി ദൈവത്തെ നിഷേധിക്കുന്നുണ്ട്. ദൈവത്തിന് പുള്ളി, കാരണം നല്ല ശരീരം തന്നത് ദൈവമാണ്, അത് തിരിച്ചെടുത്തതുമാരാണ് ദൈവമാണ്. ഇതാണ് പുള്ളിയുടെ കൺസെപ്റ്റ്. അപ്പൊ ലാസ്റ്റ് പുള്ളി പരാജയം സമ്മതിക്കുന്നു, സാത്താൻ പരാജയം സമ്മതിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പുള്ളിക്ക് ദൈവം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതാണ് കഥ. അപ്പൊ അതിനകത്ത് ഈ പുള്ളി പറയുന്നത് കൊട്ടേഷൻ ഇതാണ്, ദൈവം തന്നു ദൈവം എടുത്തു, ഇതാണ് ആ കൊട്ടേഷൻ. അപ്പൊ പുള്ളി ചോദിച്ചതായിരുന്നു, വാട്ട് ഈസ് ദ കൊട്ടേഷൻ ഓഫ് ജോബ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ കൊട്ടേഷൻ പറഞ്ഞു. യെസ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പുള്ളി ചോദിച്ചു, ടുഡേസ് ന്യൂസ് പേപ്പർ, പ്രധാനപ്പെട്ട വാർത്ത, ഇംഗ്ലീഷ് തന്നെ ചോദിച്ചു, പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു,
I have not gone through that newspaper, but the heading that I remember. No, the heading ഓർക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ അന്ന് അതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജപ്പാന്റെ സഹായത്തോടു കൂടി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരാൻ പോകുന്നത്. അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാർത്തകളായിരുന്നു പേപ്പറിൽ ഉണ്ടായിരുന്നത്. യെസ്, അപ്പൊ അതായിരുന്നു നമുക്ക് പ്രധാനപ്പെട്ട വാർത്ത. അപ്പൊ ഞാനത് പറഞ്ഞു, ഇതാണ് വിഷയം എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അടുത്തിരുന്ന ആളോട് പറഞ്ഞു യു ആസ്ക് എന്ന് പറഞ്ഞു. പിന്നെ അതിന് വേറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോ ഇതുകൊണ്ടുണ്ടായ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നോ എന്ന് പറഞ്ഞ് ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സ്, നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ കുറഞ്ഞു പോകും. യെസ്, അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടി. ആ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ കുറച്ച് പേരുടെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എഫിഷ്യന്റ് ആണെങ്കിൽ, നമ്മൾ വെൽ സ്റ്റഡീഡ് ആണെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സംഗതിയെ നമുക്ക് ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഇപ്പൊ ഹന്ന ഷെറിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ്. ഹന്ന ഷെറീന് സ്പോർട്സ് എന്ന് പറഞ്ഞ സംഗതി ഇഷ്ടമല്ലാന്ന് വിചാരിക്കും. ഹന്ന ഷെറീനോട് അവിടെ നിന്ന് ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ഇന്റർവ്യൂ എടുക്കുന്ന സാറ് സ്പോർട്സിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ഹന്നക്ക് പണ്ടേ സ്പോർട്സ് ഇഷ്ടമാണെന്ന് വിചാരിക്കും. അപ്പൊ ഹന്ന എന്ത് പറയും? ഐ ഡോണ്ട് നോ സാർ എന്ന് പറയും. യെസ്, അത് കഴിഞ്ഞിട്ട് അന്നക്ക് മനസ്സിൽ വിചാരിക്കുന്നതാണ് അടുത്ത ചോദ്യത്തിന് മര്യാദ മറുപടി പറയാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യവും വരുന്നത് സ്പോർട്സിൽ നിന്ന്. അപ്പൊ അതിനും അന്ന എന്ത് പറയുന്നു? ഐ ഡോണ്ട് നോ എന്ന് പറയുന്നു. അതോടുകൂടി അന്നയുടെ കോൺഫിഡൻസ് ലെവൽ പോകും. നമ്മൾ ഇവിടെ ഇന്ന് പറയുന്ന പോലെ എല്ലാവരും ഇന്റർവ്യൂവിൽ പങ്കെടുക്കും. യെസ്, അത് പങ്കെടുത്തിട്ടവർക്ക് അറിയാൻ പറ്റും. യെസ്, അപ്പൊ അവിടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പോകും. പിന്നെ നമുക്കൊരു പക്ഷേ കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹന്ന ചെയ്യേണ്ടത് എന്തായിരുന്നു? രണ്ടാമത്തെ ഐ ഡോണ്ട് നോ ഹന്ന പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടി ഹന്ന ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? അപ്പൊ രണ്ട് ഐ ഡോണ്ട് നോ പറഞ്ഞു കഴിയുമ്പോൾ ഹന്നയുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് പോയില്ലേ? അപ്പൊ രണ്ടാമത്തെ ഐ ഡോണ്ട് നോ പറയുമ്പോൾ ഹന്ന എന്ത് ചെയ്യണം? സാർ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഹന്നയ്ക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഏതാണോ അതിനെ കുറിച്ച് പറയണം. മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, സ്പോർട്സിലേക്ക് താല്പര്യം കുറവാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ എവിടെ നിന്നായിരിക്കും? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. റിമെമ്പർ വൺ തിങ്, നമ്മൾ അങ്ങനെ പറയുമ്പോൾ ആ ഫീൽഡിനെ കുറിച്ച് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാം, ഒരെണ്ണത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവും. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, ഒരു മെഡിക്കോളം വരുന്നത് ഇതെല്ലാം കാര്യം അറിഞ്ഞിരിക്കും. പക്ഷെ വൺ തിങ് ദാറ്റ് ഇസ് യു ഷുഡ് ബി എക്സ്പെർട്ട്. ഒരു ഫീൽഡിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫീൽഡ്. അതിൻ്റെ അകത്ത് നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് എവിടെ നിന്ന് അപ്പൊ ഹന്ന പറയുകയാണ്, ഐ ആം മൈ ഇൻട്രസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ സാധനം വേണം. യെസ്, അതാണ് പറയുന്നത്. ഒരു ഫീൽഡ് ജാക്ക് ഓഫ് ഫോർ മാസ്റ്റർ ഓഫ് വൺ. ഈ ചീട്ട് കളിക്കുമ്പോൾ അതിന്റെ അകത്ത് ജെ എന്ന് പറഞ്ഞ സാധനം ജാക്ക്, അതാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്. അത് ഈ ആണ് ഏറ്റവും പോയിന്റ്. നിങ്ങൾ എല്ലാത്തിന്റെയും ജാക്ക് ആയിരുന്നു, പക്ഷെ മാസ്റ്റർ ഓഫ് വൺ, ഒരെണ്ണത്തിൽ ആരാവണം? മാസ്റ്റർ ആവണം. യെസ്, അത് തന്നെ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കും. അവനെല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട്, പക്ഷെ ഒരെണ്ണത്തിൽ അവനെ എക്സ്പെർട്ട് ആക്കിയെടുക്കണം. അത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒബ്സർവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവനെ എക്സ്പെർട്ട് ആക്കാൻ പറ്റുന്നത് ഇന്ന വിഷയത്തിലാണ്. അപ്പൊ നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്ന ഒരു കുട്ടി ഓഡിയൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മിമിക്രി അവതരിപ്പിക്കുന്ന ഒരാൾ കയ്യടി നേടുമ്പോൾ ഇവൻ മനസ്സിൽ പറയും, ഈ മത്സരം കഴിഞ്ഞിട്ട് പാട്ടിന്റെ ലൈറ്റ് മ്യൂസിക്കിന്റെ മത്സരം വരട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ ആരാണ്. യെസ്, ഇൻ വൺ ഫീൽഡ് യു ഷുഡ് ബി ദ മാസ്റ്റർ. നിങ്ങൾ മാസ്റ്റർ ആവണം. യെസ്, ഒരറിവും എന്തല്ല, ചെറുതല്ല. എല്ലാ കാര്യത്തെ കുറിച്ച് ഒരുമാതിരപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാം. യെസ്, അപ്പൊ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ അന്ന് എന്താണ് ന്യൂസ് പേപ്പറിലെ വാർത്ത എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവർ ചിന്തിച്ചെന്നായിരിക്കും, ഓ ഇത്രയും ടെൻഷനും ഇന്റർവ്യൂവിന്റെ അടുത്തും പേപ്പർ വായിക്കാനൊക്കെ സമയം കിട്ടും, സമകാലീന കാര്യങ്ങളൊക്കെ നോക്കും. ഞാൻ ചിലപ്പോൾ അന്നായിരിക്കും പേപ്പർ നോക്കിയേക്കണം. പക്ഷെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ ഉള്ളിൽ ആ ഒരു തോന്നലുണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ലേ. യെസ്, ഇതൊക്കെ നമുക്ക് എന്താ പറയാ
ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ടിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുണ്ട്. യെസ്, ഞാൻ അടുത്തത് എന്താ പറയാ, അഹങ്കാരം കൊണ്ട് പറയല്ലേ, എന്നോട് കൂടി തന്നെ പറയുന്നു. 4 ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടിയത്. അപ്പോ ഞാൻ അതിൻ്റെ അകത്ത് 4 എനിക്ക് 5 മൊത്തത്തിൽ വന്നു. യെസ്, ഓക്കെ, ആക്ച്വലി 5 വന്നു. അതിൽ 4 ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞത്, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ട് പഠിച്ച പോലെ അത്രയും ഡെഡിക്കേഷൻ ഇല്ല പഠിക്കാനായിട്ട്. പഠിക്കാം നോക്കാം എന്ന് പറഞ്ഞല്ലേ, നേടിയ അടങ്ങൂ എന്ന് പറയുന്ന ആ ഒരു ത്വരില്ല, അതങ്ങനെ വരുന്നില്ല പിള്ളേർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ജനിക്കുമ്പോ ഒരുപക്ഷെ പണ്ട് കാലത്തുള്ള കുട്ടികൾ ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു വേർഡ് പഠിക്കുന്നത് ചിലപ്പോൾ അവൻ 4 തുമ്പഴായിരിക്കും. ഇന്ന് അങ്ങനെയല്ല, 2 വയസ്സുള്ള കുട്ടിക്ക് ആ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ വേർഡായി, കാരണം അത് കണ്ടുകൊണ്ടിരിക്കണം. സാഹചര്യങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. യെസ്, ആ സാഹചര്യങ്ങൾ വ്യത്യാസങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഒരു പക്ഷെ പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോ കുട്ടികൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാവിഷാവും നിങ്ങളാവും. യെസ്, ശരിയല്ലേ? അപ്പൊ എന്ത് പറ്റും, അവർക്ക് അത്ര ഒരു സീരിയസ്നെസ് വരില്ല. എല്ലാവരും അല്ലട്ടെ, കുറച്ച് പേര് ആ ഒരു സീരിയസ്നെസ് വരില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്നുള്ള ഒരു ആവശ്യം, അതൊരു അത്യാവശ്യമായി മാറിയത് കൊണ്ടല്ലേ പഠിക്കാൻ തീരുമാനിച്ചു. യെസ്, എല്ലാവരും ഇടയിൽ കുറെ പേര് ഒരു ആവശ്യം എന്നുള്ളത് മാറിയിട്ട് ഇല്ല, ഇതിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നും. അപ്പോഴേക്കും എന്ത് പറ്റുമെന്ന് പറയാം, ഈ തോന്നല് വരുമ്പോൾ നമുക്ക് കുറച്ചിങ്ങടി ഏജ് ഇങ്ങടി കയറി. പല കാര്യങ്ങളും ആവശ്യം മാറി അത്യാവശ്യത്തോട് വരുമ്പോൾ നമ്മുടെ ഏജ് ഇങ്ങടി കയറി വരും. അവിടെയാണ് നമുക്ക് ഒരു ചെറിയൊരു യെസ്, ഓക്കെ, മൂവി നമ്മൾ ചിന്തിച്ചു വന്നപ്പോഴേക്കും അല്ലെ, പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരുന്ന, നമ്മളെ വില കൽപ്പിക്കാതിരുന്ന പല സാഹചര്യങ്ങളും നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ മൂവി, പലപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു തെറ്റുപറ്റി പോയിരുന്നു. യെസ്, ശരിയല്ലേ? അപ്പോ ആവശ്യം അത്യാവശ്യമായിട്ട് മാറുമ്പോഴേക്കും അതിനുള്ള നമ്മുടെ പ്രായം കൂടി കയറി വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. യെസ്, അപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞത് നിങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷെ ഞാൻ ജീവിതം കൊണ്ട് പഠിച്ചൊരു പാഠം പറയുന്നു, നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ, മെനക്കെട്ട് കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മളെ ഒന്ന് കടാക്ഷിക്കും എന്നുള്ള കാര്യം കൂടി ശ്രമമാണ്. കുറെ കഴിയുമ്പോൾ കുളിക്കരുതൊന്നും, അവനൊരു അവസരം കൊടുക്കുക, അവൾക്കൊരു അവസരം കയറി രക്ഷപ്പെട്ടു പോട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഈ സഞ്ജു സാംസൺ എത്രയോ അപമാനം സഹിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം പുള്ളി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി അനുഭവിച്ച വേദനയും അതൊക്കെ ആരോട് പറയാനാണ്? ഈ 32 വയസ്സായ പുള്ളിക്ക്, ബാക്കി ഉള്ളവർക്ക് പക്ഷെ അതേക്കത്. അപ്പൊ ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ പുള്ളിക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോ പുള്ളി ആ 3 കളിയിൽ തിളങ്ങിയില്ലേ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ടാലന്റ് ഒരെണ്ണത്തിൽ എക്സ്പെർട്ട് ആവാന്ന് പറഞ്ഞിട്ട് ഒരു അവസരം വരുമ്പോ, ഓക്കെ നന്ദന, ആ ഒരു അവസരം വരുമ്പോൾ നമ്മളെ തേടി വരും അവസരം. നിങ്ങൾ മുത്താണെങ്കിൽ, നിങ്ങൾ പവിഴമാണെങ്കിലും, നിങ്ങൾ കുപ്പത്തൊട്ടിയിൽ കിടക്കുകയാണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി ഷോക്കേസിൽ കൊണ്ടുവയ്ക്കും. കാരണം ഇത് ഇവിടെ കിടക്കേണ്ട സാധനമാണ്, അവിടെ ഇരിക്കേണ്ട സാധനമാണ്. യെസ്, അപ്പൊ എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിച്ചിരിക്കുക, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ വിചാരിക്കും ആരുമില്ലാത്ത ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിച്ചേക്കുക. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമ്മളെ വലിയ കാര്യങ്ങളിലേക്ക്, നമ്മൾ ചെറിയ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മളത്, എന്റെ ജീവിതത്തിലേക്ക് അനുഭവം ചെയ്യാൻ കണ്ടത്, നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യം ഭംഗിയായിട്ടും കൃത്യമായിട്ടും ചെയ്യുന്ന കാണുമ്പോൾ അവര് ഒരു പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവര് നിങ്ങൾ തന്നെ നോക്കിയേ, ചില കാര്യങ്ങൾ വീട്ടിൽ പറയുമ്പോൾ നിങ്ങൾ പറയാറില്ല, ഇത് മോനെ ഏൽപ്പിക്കണ്ട, മോളെ ഏൽപ്പിച്ചാൽ മതി, അത് കറക്റ്റ് ആവുള്ളൂ, പറയാറില്ലേ? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പറയും ഇത് അവനെ ഏൽപ്പിക്കണ്ട, ഇളെ ഏൽപ്പിച്ചാൽ മതി, അവനെ അമ്മ കൃത്യമായിട്ട് ചെയ്തോളൂ. മൂത്തവരോട് സ്നേഹമില്ലാതിട്ടല്ല. എന്തുകൊണ്ടാണ് ഒബ്സർവ്? അപ്പൊ നിങ്ങൾ ഒബ്സർവേഷൻ അല്ലേ? ഇതുപോലെ നിങ്ങളെയും ഒബ്സർവ് ചെയ്യുന്നില്ല ഓരോരുത്തരും. ചില കാര്യങ്ങൾ വരുമ്പോ പറയണത്, ഇത് മേഘനെ വിളിക്കാം, മേഘനക്ക് അത് പറ്റുള്ളൂ എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ ഇതിന് റനീഷയെ വിളിക്കാം, റനീഷയ്ക്ക് എന്ത് പറ്റുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് നിങ്ങൾ ടാലന്റ് ഇരിക്കുന്നത്. യെസ്,
അപ്പൊ ഇനിയും വൈകിട്ടില്ല, അവസരങ്ങൾ ഇനിയും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. പക്ഷെ സമയവും കാലവും മാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കാത്തു നിൽക്കിയില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. യെസ്, ഓക്കെ. അങ്ങനെ പല ഇന്റർവ്യൂകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ നമുക്ക് അതൊക്കെ ഒരു ഇൻട്രസ്റ്റും ഭയങ്കര താല്പര്യവുമായിട്ട് തോന്നും. പിന്നെ അന്നൊന്നും ഇതുപോലെ എല്ലാ 6 മാസം കൂടുമ്പോൾ ബാങ്കിലേക്ക് വിളിക്കുന്നു, അങ്ങനെ എപ്പോഴും ഇങ്ങനെ വേക്കൻസികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ഒന്നും വരാറൊന്നുമില്ല. അപ്പൊ അന്ന് ഉണ്ടായിരുന്നൊരു പ്രത്യേകതയും അതുണ്ടായിരുന്നു. യെസ്, അപ്പൊ പേടിക്കേണ്ട, നിങ്ങളെ കാത്ത് നല്ലൊരു ഭാവി കാത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ വീട്ടിൽ കാണും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസും ഇതൊക്കെ വീട്ടിൽ കാണാം. ഓക്കെ, ബൈ, സി. ഓക്കെ, സാർ ഒരു ഡൗട്ട്, സാർ പോയോ? പറഞ്ഞോളൂ. ഈ ആഡ് വരുന്നത് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്നുള്ള കണ്ടീഷനിലും ആഡ് വരും എന്നുള്ളതിന്റെ എക്സാമ്പിൾ അല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്? അതെ അതെ അതെ. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസ്റ്റ് പെർഫെക്റ്റും ആ എക്സാമ്പിളുകളല്ലല്ലോ. പാസ്റ്റ് പെർഫെക്റ്റും അത്യാവശ്യം പറയാം. ഓക്കെ 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 ഓക്കെ. അത് അങ്ങോട്ട് എത്തില്ല, അപ്പോഴേക്കും നമുക്ക് ഈ വിഷയം എടുത്തിട്ട് കുറച്ച് സമയം പോയി. ഓക്കെ, ഓക്കെ. ശരി 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 ശരി.